അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരു മധുരമാകാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പച്ചപ്പപ്പായ വെച്ചിട്ടാണ് പായസം തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഈ പപ്പായയുടെ 1/4 ഭാഗം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പായസത്തിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പപ്പായ ഒക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പായസം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത നിലക്കടല ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ അണ്ടിപ്പരിപ്പ് ഇടുന്നതിന് പകരമായിട്ടാണ് നിലക്കടല ചേർത്തത്. നിലക്കടല ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിനൊരു ഹൈ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കിസ്മിസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് പപ്പായ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ സമയം ഫുൾ ഫ്ലെയിമിലായിരിക്കണം. പപ്പായയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് മൂടി വേവിക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പപ്പായ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇത് പായസത്തിൽ കടിക്കാൻ കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് 2-ാം പാൽ ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൽ ഈ പായസം വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാലിൽ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് തേങ്ങാപ്പാലിലാണ്. 350 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അഴുക്കെല്ലാം അരിച്ചു മാറ്റിയ ശർക്കര പാനിയാണിത്. ഇതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കാം. വേവിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ പപ്പായ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ പപ്പായ എല്ലാം വേവായി വന്നിട്ടുണ്ട്. വെന്തുടയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അല്പം 2-ാം പാൽ ചേർത്ത് മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കട്ട കെട്ടാതെ മിക്സ് ആക്കി എടുക്കണം. അരിപ്പൊടി ഒഴിച്ചത് കൊണ്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അരിപ്പൊടി ഒരിക്കലും അധികമാവാൻ പാടില്ല. അരിപ്പൊടി കൂടിപ്പോയാൽ പായസം അപ്പം പോലെ ഇരിക്കും. ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും നിലക്കടലയും കിസ്മിസും എല്ലാം പകുതി ചേർത്ത് കൊടുക്കാം. പകുതി ഡെക്കറേഷന് വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും പായസം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം 2 മീഡിയം സൈസ് തേങ്ങയുടെ 1-ാം പാലാണിത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളച്ചു പോകാൻ പാടില്ല. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച പപ്പായ പായസം റെഡി ആയിട്ടുണ്ട്. ഏലക്കായുടെ ഫ്ലേവറൊക്കെ കാരണം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പായസത്തിൽ തേങ്ങാക്കൊത്തും നിലക്കടലയും കിസ്മിസും ഒക്കെ പപ്പായയുടെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊരു ചിലവ് ചുരുങ്ങിയ ഹൈ ലെവൽ പായസം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഈ പായസം ഇഷ്ടമായിരിക്കും. അധിക ആളുകളുടെ വീട്ടിലും പപ്പായ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കഴിഞ്ഞു പോയ നല്ലതും ചീത്തതുമായ ദിനരാത്രങ്ങൾക്ക് വിട പറഞ്ഞുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ എന്നും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാത്രമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതുവത്സരാശംസകൾ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അസ്സലാമു അലൈക്കും.